ദൈവത്തിൻ്റെ അത്യുന്നതമായ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമ്മുടെ വളരെ സുപ്രധാനവും നിർണായകവുമായൊരു പഠന പരമ്പരയുടെ 36ാമത്തെ അവതരണത്തിലാണ്. നമ്മുടെ പഠന വിഷയം അപ്പോസ്തലനായ പൗലോസ് എഴുതിയ റോമാലേഖനം. റോം എന്ന വിശുദ്ധമായ, ഉന്നതമായ, ശ്രേഷ്ഠമായ പട്ടണം. ആ പട്ടണത്തിലുള്ള വിശുദ്ധന്മാർക്കായി പൗലോസ് എഴുതിയ ലേഖനം. പട്ടണം വിശുദ്ധമല്ല, അവിടെയുള്ള ജനങ്ങളാണ് വിശുദ്ധർ. അവർക്ക് വേണ്ടി എഴുതപ്പെട്ട റോമാലേഖനത്തിൽ നിന്നുള്ള 36ാമത്തെ പഠനം. റോമാലേഖനം 2-ാം അധ്യായത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഒരു ചോദ്യം നമ്മുടെ മുമ്പാകെ ഉയർത്തി. ന്യായവിധി ദിവസത്തിന് നാം ഒരുങ്ങിയിട്ടുണ്ടോ? ന്യായവിധി ദിവസത്തിനായി നാം ഒരുങ്ങിയിട്ടുണ്ടോ? ഇതാണ് നമ്മുടെ പഠന വിഷയം. വളരെ വ്യക്തമാണ് തിരുവെഴുത്ത്. ഉറച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്ന ഒരു വിഷയമാണ് ന്യായവിധി ദിവസം. അത് മനുഷ്യർക്കായി നിയമിച്ചിരിക്കുകയാണ്. ന്യായവിധി എല്ലാ മനുഷ്യരും ആ ദിവസം നേരിടണം. ഒഴിഞ്ഞു പോകാൻ ആർക്കും പറ്റില്ല. ഒരിടത്തുനിന്ന് ഒളിക്കാൻ പറ്റില്ല. ന്യായവിധി, ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി, അത് നിയമിച്ചിരിക്കുകയാണ്. അതിന് മാറാൻ പറ്റില്ല. നാം ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതനുസരിച്ച് ന്യായവിധി ഉണ്ടാകും. കർത്താവ് യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് നമ്മുടെ ന്യായാധിപനായ ക്രിസ്തുവിനെ ദൈവം അവതരിപ്പിച്ചു. ഒരു ന്യായവിധി ഉണ്ട്. അപ്പോൾ ഈ വിഷയം നമ്മൾ പരാമർശിക്കുമ്പോൾ റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം ഇത് കാണുകയാണ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ യഹൂദന്മാരായിട്ടുള്ള ഈ ജനക്കൂട്ടത്തിൻ്റെ മുമ്പാകെ അവരുടെ വ്യക്തമായി ഈ വിഷയം അവതരിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ പാപത്തിൽ നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ പാപത്തിൽ നഷ്ടപ്പെട്ട് ഇത്രമാത്രം സൗകര്യങ്ങൾ, വിശേഷതകൾ, പ്രയോജനങ്ങൾ, അനുഗ്രഹങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചു. പക്ഷേ നിങ്ങളുടെ ജീവിതം ആ ലഭിച്ച അനുഗ്രഹങ്ങൾക്കൊത്തവണ്ണം ഉയർന്നില്ല. നിങ്ങൾ ന്യായവിധിക്കപ്പെടും. പുറജാതികൾ മാത്രമല്ല, നിങ്ങളും ന്യായവിധിക്കപ്പെടും. പുറജാതികൾക്ക് നേരെ ദൈവത്തിൻ്റെ കോപം വന്നതിനെക്കുറിച്ച് 1-ാം അധ്യായം 18-ാം വാക്യം പറഞ്ഞു. പക്ഷെ ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞു, എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്കെന്നെ കോപം ചരിച്ചു വെച്ചിരിക്കുന്നു. കോപ ദിവസം, ആ നീ കൂടുതൽ കോപം ഇങ്ങനെ ശേഖരിച്ച് വെച്ചിരിക്കുകയാണ് ആ വിധിയുടെ ദിവസത്തിലേക്ക് വേണ്ടി. ഭയാനകമാണ്. ആദ്യത്തെ 16 വാക്യങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണ് നമ്മുടെ പഠനം. അപ്പോൾ ഈ 16 വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ നാം പല തത്വങ്ങൾ കാണുകയാണ്. ദൈവത്തിൻ്റെ ന്യായവിധിയുടെ അടിസ്ഥാന തത്വങ്ങൾ. ഒന്നാമതായിട്ട് നമ്മൾ കണ്ടു, മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവരെ ദൈവം കുറ്റം വിധിക്കും. നാം മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ കുറ്റം വിധിക്കും. എന്നാൽ നമുക്കതിനുള്ള കഴിവില്ല. മറ്റുള്ള കുറ്റം കണ്ടെത്തുന്നവർക്ക് അവരുടെ സ്വയം കുറ്റങ്ങൾ, കുറവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് മറ്റുള്ളവർക്ക് വിരൽ ചൂണ്ടുന്നത്. ഒന്നാമത് ന്യായവിധിയുടെ പാഠമതാണ്. രണ്ടാമത് വ്യക്തിപരമായി ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് കർത്താവ് ന്യായം വിധിക്കുന്നത്. ഹേ അന്യനെ വിധിക്കുന്നവനെ. അപ്പോൾ ഒരു വ്യക്തിയോടാണ് സംസാരിക്കുന്നത്. നിനക്ക് പ്രതിവാദം പറവാനില്ല. വ്യക്തിപരമായിട്ട് നമ്മുടെ അപരാധങ്ങൾ മുമ്പിൽ ദൈവം പരിശോധിക്കും. സമൂഹമായിട്ടല്ല, കുടുംബമായിട്ടല്ല, വ്യക്തിപരമായി. മാത്രമല്ല, 3-ാമത്തെ പാഠം നാം പഠിച്ചു. ന്യായവിധിയുടെ അടിസ്ഥാന ഘടകമായി ന്യായവിധി എപ്പോഴും സത്യത്തിനനുസാരമായിരിക്കും. സത്യം ദൈവം കേട്ടുകേൾവിയുടെയോ മറ്റാരുടെയെങ്കിലും അഭിപ്രായം കേട്ടുകൊണ്ടോ അല്ല, സത്യത്തിനനുസാരമായിരിക്കും ന്യായവിധി. 4-ാമത്, ആർക്കും അതിൻ്റെ ഫലം ഒഴിവാക്കാൻ പറ്റില്ല. ന്യായവിധി എല്ലാവരും നേരിടുന്നു. അതിൻ്റെ അനന്തരഫലം ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. അത് വ്യക്തിപരമാണ്. മാത്രമല്ല, ഇപ്പോഴും ഭാവിയിലുമുള്ളതാണ് ന്യായവിധി. ഇപ്പോൾ തന്നെ ന്യായവിധി നമ്മൾ നേരിട്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഭാവിയിലെക്കുറിച്ചുള്ളതുമാണ്. ശാരീരികവും ആത്മീയവുമാണ്. താൽക്കാലികവും നിത്യവുമാണ്. അത് വിധി നിർണയമാണ്, ശിക്ഷാനിയമമാണ്. ന്യായവിധി എന്നുള്ളത് വ്യക്തിപരമായി നമ്മളെ അത് ബാധിക്കും. എല്ലാവരും ന്യായാസനത്തിന് മുമ്പാകെ വന്നു നിൽക്കേണ്ടി വരും. 5-ാമതായി നമ്മൾ കണ്ടു, ഈ ന്യായവിധിയിൽ പ്രധാനമായിട്ട് ദൈവം നമുക്ക് നീട്ടിത്തന്ന ദയ, നമ്മോട് കാണിച്ചതായ കരുണ, അതിനെ നാം അപമാനിച്ചു, നിഗളിച്ചു, തള്ളിക്കളഞ്ഞു, ഉപദ്രവിച്ചു, ഉപേക്ഷിച്ചു. അത് പ്രത്യേകമായി പരിഗണിക്കപ്പെടും. ദൈവം നമ്മുടെ ജീവിതത്തിൽ നീട്ടിത്തന്ന കൃപകളും അനുഗ്രഹങ്ങളും ദയയും അവസരങ്ങളും എത്രമാത്രമാണ്. അതെല്ലാം ന്യായവിധിയുടെ സമയത്ത് പരിശോധിക്കപ്പെടും. 6-ാമതായി നമ്മൾ ഇപ്പോൾ ചിന്തിക്കുന്നത് 5-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. വളരെ പ്രധാനപ്പെട്ട വാക്യത്തിൽ ഇപ്പോൾ വായിച്ചത് തന്നെയാണ്. എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയം, എന്നാൽ നിൻ്റെ വ്യക്തിപരമായിട്ട് ഇടപെടുകയാണ്. എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും
നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരിതിച്ച് വയ്ക്കുന്നു. കാരണം 4-ാം വാക്യം വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദയ അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ. ഇപ്പോൾ ദൈവം ജീവിതത്തിൽ നൽകിത്തരുന്ന സകല ദയ, കരുണ, ദൈവം പലതും നമ്മൾ ചെയ്തു കൂട്ടുന്ന പലതിനെ ഉടൻ ശിക്ഷിക്കാതെ ദയ കാണിക്കുന്നു. ദൈവത്തിൻ്റെ നന്മ നമ്മുടെ മേൽ കാണിക്കുന്നു. ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന നന്മ മുടക്കം വരുത്തുന്നില്ല. നമ്മൾ തെറ്റ് ചെയ്തു, അതിന് അർഹതയില്ല, അനുഗ്രഹത്തിന് യോഗ്യതയില്ല, ഇതിൻ്റെ കൃപയ്ക്ക് യോഗ്യതയില്ല, എന്നിട്ടും ദൈവം നീട്ടിത്തരികയാണ്. ദൈവത്തിൻ്റെ ദയയാണ്. ആ ദയ നമ്മളെന്തിനാണ് അനുതാപത്തിലേക്ക്, മാനസാന്തരത്തിലേക്കാണ് ദൈവം നടത്തിയത്. നാളെയെങ്കിലും അവൻ മാനസാന്തരപ്പെടുന്നെങ്കിൽ മാനസാന്തരപ്പെട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഇന്ന് നൽകേണ്ട കൃപ ദൈവം പിടിച്ചു വെച്ചില്ല, നമുക്ക് നൽകിത്തന്നു. പക്ഷെ നമ്മളതിനെ സൗകര്യമാക്കി മാറ്റി. തുടർന്ന് നമുക്ക് ആവശ്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. അപ്പോൾ ന്യായവിധി എന്നുള്ളത് ഭാവി മാത്രമല്ല, ഇപ്പോഴും സംഭവിക്കുന്നതാണ്. ഭാവി മാത്രമല്ല, ഇപ്പോഴും സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് 2-ാമത്തെ 1 ഇങ്ങനെ ആരംഭിച്ചത്. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയെ നിനക്ക് പ്രതിവാദം പറവാനില്ല, അന്യതയെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. അപ്പോൾ വിധി നിർണ്ണയം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ നമ്മളും നമ്മുടെ മേലൊരു വിധി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ മാത്രമല്ല, ഭാവിയിലും മറ്റൊരു ന്യായവിധി ദിവസം വരുന്നു. മാത്രമല്ല, ഇപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നാം വിധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നുവല്ലോ. 3-ാമത്തെ 19-ാം വാക്യത്തിൽ പൗലോസ് ഈ വിഷയത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു. 3:19 അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: ന്യായപ്രമാണം പറയുന്നതെല്ലാം ന്യായപ്രമാണത്തിൽ കീഴുള്ളവരോട് പ്രസ്താവിക്കുന്ന നാം അറിയുന്നു. അങ്ങനെ ഏത് വായും അടഞ്ഞ് സർവ്വലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതിന് തന്നെ. ലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമാണ്. നമുക്കാർക്കും ന്യായീകരണത്തിൻ്റെ അവസാനം ഏത് വായും അടയുന്നു. ഇപ്പം ന്യായവിധി എന്ന് പറയുന്നത് പൗലോസ് ഈ വാക്കുകൾ എഴുതുമ്പോൾ ഹൃദയ കാഠിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന മനുഷ്യരുടെ, സ്വാർത്ഥത കൊണ്ട് ഹൃദയം കഠിനപ്പെട്ടു പോയ മനുഷ്യരുടെ ഹൃദയത്തെ മുറിവേൽപ്പിക്കാൻ, തകർക്കുവാൻ, തച്ചുടയ്ക്കാൻ ദൈവത്തിൻ്റെ വചനം പൗലോസിലൂടെ കൈകാര്യം ചെയ്യപ്പെടുകയാണ്. ഹൃദയം കഠിനപ്പെട്ടിരിക്കുകയാണ്. സ്വന്തം തെറ്റുകൾ കാണുന്നില്ല. മറ്റുള്ള തെറ്റുകൾ പരിധിക്ക് നടക്കാൻ വലിയ ഭൂതക്കണ്ണാടിയുമായിട്ട് നടക്കുന്ന ഒരു സമൂഹം, യഹൂദ സമൂഹം. സ്വയം നീതീകരിക്കുന്ന മനുഷ്യൻ എന്താ ചെയ്യുന്ന? വാസ്തവത്തിൽ അവൻ ചരതിച്ചു വയ്ക്കുകയാണ്, ശേഖരിച്ചു വയ്ക്കുകയാണ് ദൈവക്രോധം. ഓരോ ദിവസവും നമ്മൾ കുടുക്കയിൽ നമ്മൾ പൈസ ഇട്ട് കുട്ടികൾ ശേഖരിക്കുന്ന പോലെ ഓരോ ദിവസവും നമ്മൾ മാനസാന്തരപ്പെടാതെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ നിമിത്തം അവസാന കോപ ദിവസത്തിലേക്ക് കൂടുതൽ നമ്മൾ ശേഖരിച്ചു വയ്ക്കുകയാണ്. ദൈവത്തിന് സത്യസന്ധമായി പ്രസംഗിക്കപ്പെടേണ്ട ആവശ്യം നമുക്കിവിടെ കാണാം. ഹൃദയകാഠിന്യം തകർക്കപ്പെടണം. ദൈവത്തിന് മുമ്പിൽ വരുമ്പോൾ മനുഷ്യർ തിരിച്ചറിയണം എൻ്റെ ഹൃദയകാഠിന്യം. ദൈവം അതിനോട് ഇടപെടുകയാണ്. ഇപ്പം ന്യായവിധി ഇപ്പോൾ മാത്രമല്ല, ഭാവിയിലും സംഭവിക്കും. 7-ാമതായിട്ട് വളരെ സുപ്രധാനമൊരു കാര്യമുണ്ട് ഇവിടെ. ദൈവം ന്യായവിധിക്കുന്നത് പശ്ചാത്താപമില്ലാത്ത, അനുതാപമില്ലാത്ത ജീവിതങ്ങളിലാണ്. 4-5 വാക്യം ഒരിക്കൽ വായിക്കാം. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ചു വയ്ക്കുന്നു. പൗലോസ് വ്യക്തമായി യഹൂദന്മാരെ ഓർമ്മപ്പെടുത്തി ദൈവത്തിൻ്റെ ദയ, ആ ദയയുടെ ആ വലിയ അനുഗ്രഹം, അതൊരു വലിയ അനുഗ്രഹമാണ്. എന്നിവയുടെ ആ ഒരു ദയാക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം എന്ന വാക്ക് മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ വലിയ ധനമാണ്, റിച്ച്നെസ്. ദൈവം നമ്മോട് കാട്ടുന്ന ദയ ഏറ്റവും വലിയ സമ്പത്താണ്. നിങ്ങളോടും എന്നോടും ദൈവം കാട്ടുന്ന ദയ, കരുണ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്താണ്. ഇത് നമ്മുടെ മേൽ കാട്ടിയില്ലായിരുന്നുവെങ്കിൽ നമുക്കെന്ത് സംഭവിക്കുമായിരുന്നു? ദൈവം യഹൂദന്മാരോട് അവരോട് ചെയ്ത ഉടമ്പടിയിൽ ദൈവം വിശ്വസ്തനായിരുന്നു. അവർക്ക് ആത്മീകമായും ഭൗതികമായും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും പകർന്നു കൊടുത്തു. മാത്രമല്ല, അവരുടെ ദയ കാണിച്ചു, ക്ഷമ കാണിച്ചു, സഹിഷ്ണുതയോടെ അവരെ സഹിച്ചു, ദീർഘക്ഷമ കാണിച്ചു. അവരുടെ പരാജയങ്ങൾ ദൈവരോട് ക്ഷമിച്ചു. താൻ ആ ഉടമ്പടിയിൽ പങ്കാളിയാണ്, അവരോടുള്ള ഉടമ്പടിയിൽ. അതുകൊണ്ട് താൻ അവരുടെ ക്ഷമയോടെ ഇടപെട്ടു. ഉടൻ അവർ ചെയ്യുന്ന തിന്മകൾക്കും അകൃത്യങ്ങൾക്കും എല്ലാ അധാർമികമായ ജീവിത തകർച്ചകൾക്കും തൽക്ഷണം
അവരെ ശിക്ഷിക്കുന്നതിന് പകരം, ഉടനെ ഭസ്മമാക്കി കളയുന്നതിന് പകരം ദൈവർക്ക് അവസരം കൊടുത്തു, സമയം കൊടുത്തു, അവസരവും സമയവും കൊടുത്തു. എന്നിട്ട് അവരുടെ ദയ കാണിച്ച്, അവരുടെ കരുണ കാണിച്ച്. എന്തിന്? ഇതെല്ലാം അവർ മനസ്സിലാക്കി അവർ മടങ്ങി വരും. ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ട് അവർ നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹം സാന്നിധ്യത്തിലേക്ക് മടങ്ങി വരും എന്ന് ദൈവം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ ദയ നീട്ടി. പക്ഷെ അവരെ എന്ത് ചെയ്തത്? ദൈവം അവർക്ക് നീട്ടിക്കൊടുത്ത ദയയുടെ ഐശ്വര്യം, ദൈവം അവർക്ക് നീട്ടിക്കൊടുത്ത ദൈവത്തിൻ്റെ ആ വലിയ ആ ഗുണം, ആ ദയ, ആ പ്രസാദം, അതിൻ്റെ ഐശ്വര്യം അവർ തെറ്റായി ചിന്തിച്ചു. അതിൻ്റെ അനുഗ്രഹം, അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ, എന്നറിയാതെ വിചാരിച്ചു ദൈവം നമ്മുടെ പാപങ്ങളെ കണക്കാക്കുന്നില്ല, ദൈവം നമ്മുടെ പാപങ്ങൾ കണ്ടില്ലെന്ന് വയ്ക്കുകയാണ്. കാരണം നാം ദൈവത്തിൻ്റെ ജനമല്ലേ, ദൈവത്തിൻ്റെ ഉടമ്പടി ജനമല്ലേ. അതുകൊണ്ട് ദൈവം നമ്മുടെ പാപങ്ങൾ നിസ്സാരമാക്കി കളയുകയാണ്. ദൈവത്തിന് ഇത് വലിയ പ്രശ്നമല്ല. കാരണം ദൈവത്തിന് നമ്മുടെ മക്കളാണ്. നമ്മൾ ചെയ്യുന്ന പാപം ദൈവം അത്ര സീരിയസ് ആയി കാണില്ല. എന്ന നിലയിൽ ദൈവം അവരുടെ മേൽ നീട്ടിക്കൊടുത്ത ദയ, അവർ ചെയ്ത പാപമാണ്, ദൈവത്തോട് മത്സരിച്ച് ദൈവത്തെ വേദനിപ്പിച്ചതാണ്. ദൈവം ഉടൻ അവരെ തൽക്ഷണം ശിക്ഷിക്കാതെ അവരുടെ ദയ കാണിച്ചു. പക്ഷേ ഇവരെന്ത് ചെയ്തു? ഈ ദയയെ സൗകര്യമാക്കി. നമ്മൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം നമ്മളെ ഒന്നും ചെയ്യാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ അനുദപിച്ചില്ല, അവിടെ തെറ്റുകൾ കണ്ടില്ല, അവർ വന്ന വീഴ്ചകൾ അവർ തിരിച്ചറിഞ്ഞില്ല, അതിൻ്റെ ആഴം, ദൈവത്തെ അത് വേദനിപ്പിച്ചവർ മനസ്സിലാക്കിയില്ല. അവർ അനുതാപമില്ലാത്ത കഠിനപ്പെട്ട ഹൃദയത്തിൽ മുന്നോട്ട് പോയി. പാപത്തെക്കുറിച്ച് മാനസാന്തരപ്പെടാതിരിക്കുന്നിടത്തോളം ഹൃദയം കഠിനപ്പെട്ടുകൊണ്ടിരിക്കും. ഓരോ ദിവസം കഴിയും തോറും കൂടുതൽ പാപങ്ങൾ ചെയ്ത് ഹൃദയം കൂടുതൽ കഠിനതയിലേക്ക് പോകും. ഓരോ ദിവസവും നാം ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകൾ, വീഴ്ചകൾ, അപരാധങ്ങൾ നമ്മുടെ നോട്ടത്തിലും ചിന്തയിലും ആഗ്രഹത്തിലും സ്വപ്നത്തിലും ആഗ്രഹങ്ങളിലും മനോഭാവങ്ങളിലുമെല്ലാം അടിഞ്ഞുകൂടുന്ന ജഡീകമായ, ലൗകികമായ, പലവിധമായിട്ടുള്ള വചനവിരുദ്ധമായ മോഹങ്ങളെക്കുറിച്ച് തിരിച്ചറിയുകയും അതിനെക്കുറിച്ച് ദൈവസന്നിധി നമ്മൾ ആത്മാർത്ഥമായി നിലവിളിച്ച് ഹൃദയം ശുദ്ധീകരിക്കുകയും ചെയ്താൽ ഹൃദയം എന്നും മൃദുവായിട്ടിരിക്കും, കഠിനമാകില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും പെട്ടെന്ന് തിരിച്ചറിയാം. നമ്മൾ വഴിവിട്ടു പോകുമ്പോൾ ഉടൻ മനസ്സിലാകും, തെറ്റിപ്പോയി, ഈ ചുവട് തെറ്റായിരുന്നു, ഉടൻ തിരിച്ചു വരാൻ പറ്റും. ഇല്ലെങ്കിൽ കഠിനപ്പെട്ട് കഴിഞ്ഞാൽ എത്ര ദൂരം പോയാലും വഴി തെറ്റി എന്ന് നമ്മളൊരിക്കലും സമ്മതിക്കില്ല. വഴി തെറ്റി നമ്മൾ ആരെങ്കിലും നമ്മോട് പറഞ്ഞാൽ നമ്മൾ അവരെ ഉപദ്രവിക്കും. ഹൃദയം കഠിനപ്പെട്ടു. ഈ വീഴ്ച, ഈ കെണി എല്ലാവർക്കും സംഭവിക്കും. യഹൂദന്മാർക്ക് മാത്രമല്ല, അവർക്ക് പറ്റിയ ഈ പതനം എല്ലാവർക്കും സംഭവിക്കാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ നികുതി വെട്ടിപ്പ് നടത്തുന്നുണ്ടാകാം, മറ്റുള്ളവരെ വർഗീയമായി അധിക്ഷേപിക്കുന്നുണ്ടാകാം, നമ്മുടെ വാക്കുകളിൽ ശാപമുണ്ടാകാം, മറ്റൊരുവൻ്റെ ഭാര്യയോ ഭർത്താവിനെയോ നമ്മൾ മോഹിക്കുന്നുണ്ടാകാം. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ, ഉദാഹരണം പറഞ്ഞതാണ്, ഇതേപോലെ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒന്നും സംഭവിച്ചില്ല, തീ ഇറങ്ങിയില്ല നമ്മുടെ പുറത്ത്, നമ്മുടെ വീട് ഇടിച്ചു പൊളിഞ്ഞ് വീണില്ല, ഉടൻ വീണ് മരിച്ചില്ല അനന്യ സഫീറയെ പോലെ. അപ്പോൾ നമുക്ക് ഒരു ചിന്തയുണ്ടാകും, ഇതൊന്നും സാരമില്ല, ഈ തിന്മകളും പാപങ്ങളും വലിയ വിഷയമല്ല, ഞാനും ദൈവം തമ്മിലുള്ള ബന്ധം നേരായിട്ട് തന്നെ നിൽക്കുകയാണ്, ഈ പറയുന്ന വിഷയങ്ങൾ, ഇതേപോലെ സമാനമായുള്ള തെറ്റുകുറ്റങ്ങളൊന്നും ദൈവം വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കുന്നില്ല എന്നൊരു ചിന്താഗതി ഉണ്ടാകും. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഒരു വിധത്തിൽ നമ്മോടും മുന്നറിയിപ്പ് നൽകുകയാണ്, ദൈവത്തിൻ്റെ സഹിഷ്ണുതയെ തെറ്റിദ്ധരിക്കരുത്. ദൈവത്തിൻ്റെ സഹിഷ്ണുതയെ കണ്ടുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നതിൻ്റെ അംഗീകാരമാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ ഞാൻ ചെയ്യുന്ന, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പിഴവുകളും വീഴ്ചകളും പാപങ്ങളും അകൃത്യങ്ങളും ദൈവം ഉടൻ എന്നെ ശിക്ഷിക്കാത്തത് കൊണ്ട് ഞാൻ ചെയ്ത ഈ പിഴവും അകൃത്യവും തിന്മയും പാപവും ദൈവം നിസ്സാരമാക്കി അത് ദൈവത്തിന് പ്രശ്നമല്ല എന്ന് ചിന്തിക്കരുത്. ഇതാണ് താക്കീത്. ശരിയാണ്, ഞാൻ എൻ്റെ മേൽ തീ ഇറങ്ങിയില്ല, ഞാൻ ഒരു വശം തളർന്ന് കിടക്കേണ്ടി വന്നില്ല, ഞാൻ ഈ തെറ്റ് ചെയ്തിട്ട് ഒന്നും സംഭവിച്ചില്ല, എൻ്റെ ആ ജീവിതത്തിലേക്ക് ഒരു മാറ്റവും വന്നില്ല, ദൈവം അതേപോലെ തന്നെ നടത്തുകയാണ്. പക്ഷെ അവിടെ നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് അവൻ്റെ ദയയുടെ ഐശ്വര്യം. ദൈവം എന്തിനാണ് എന്നോട് വീണ്ടും ദയ കാണിച്ചത്? അപ്പോൾ ഞാൻ തെറ്റ് ചെയ്യാത്തതുകൊണ്ടല്ല, എന്നെ തിരിച്ചു കൊണ്ടുവരാനാണ്, ഈ തെറ്റ് ഞാൻ ബോധ്യപ്പെടുത്താനാണ്.
അപ്പോൾ നാം ഇന്ന് ജീവനോടിരിക്കുന്നതും ശ്വസിക്കുന്നതും എന്തുകൊണ്ട്? ദൈവം നമുക്ക് മാനസാന്തരപ്പെടാൻ അവസരം തന്നു. അല്ലെങ്കിൽ ഇന്നലെ മരിക്കാമായിരുന്നില്ലേ? അനന്യാ സഫീറെ പോലെ ഇന്നലെ വീണ് മരിക്കാമായിരുന്നില്ലേ? ഇന്നൊരു ദിവസം കൂടി, ഇന്നൊരു സൂര്യോദയം കൂടി കാണാൻ അനുവദിച്ചു. ഇന്ന് പ്രഭാതം കാണാൻ അനുവദിച്ചു. ഇന്നലെ ഞാൻ മരിക്കാമായിരുന്നു. ഇന്നലെ ഞാൻ ചെയ്ത പാപത്തിന് ഇന്നലെ ഞാൻ മരിക്കാമായിരുന്നു. പക്ഷെ ദൈവം മറ്റൊരു ദിവസം കൂടി തന്നു. എന്തിന്? തിരിച്ചു വരാൻ, മാനസാന്തരപ്പെടാൻ. പത്രോസിലൂടെ ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം 3-9 വാക്യത്തിൽ, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. കർത്താവ് ഒരിക്കലും വൈകില്ല ഒരു കാര്യം ചെയ്യാൻ. കാരണം പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിക്കുന്ന കർത്താവിന് തൻ്റെ ഉദ്ദേശം എപ്പോൾ എവിടെ വെച്ച് നടപ്പാക്കണം, അതിന് ലോകത്തെ എങ്ങനെ താൻ നിയന്ത്രിക്കുന്ന ദൈവത്തിനറിയാം. അതിനുള്ള കഴിവുമുണ്ട്. കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. പിന്നെ ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നേരത്തെ ഭൂമിയെ ഭസ്മമാക്കാം, സകല മനുഷ്യരെയും കൊന്നുകളയാം, ദൈവത്തെ അനുസരിക്കാത്ത സകലരെയും. വീണ്ടും വീണ്ടും അവസരം, വീണ്ടും വീണ്ടും ആ സമയം നീട്ടിക്കൊടുക്കുകയാണ്. ഇത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദയയെ തുച്ഛീകരിക്കരുത്. ദൈവം നൽകി തരുന്ന അനുഗ്രഹവും ദയവും ദീർഘക്ഷമയും അതിൻ്റെ ഐശ്വര്യം കളിയാക്കരുത്. നിങ്ങൾ പറയുന്ന ദൈവം ഉണ്ടെങ്കിൽ ഞാൻ ഈ പാപം ചെയ്തു, ഞാൻ ഈ തെറ്റ് ചെയ്തു, ദൈവം എന്താ എന്നെ കൊല്ലാത്തത്, ദൈവം എന്നെ അടിച്ച് വീഴ്ത്തി താഴെയിടാത്തത്, എൻ്റെ ശ്വാസം പോകാത്തത്. അപമാനിക്കരുത് ദൈവത്തെ. ദൈവത്തിൻ്റെ ദയ കാണണം. സഹോദര സഹോദരി, വ്യക്തിപരമായി വിളിക്കുകയാണ്. നിങ്ങൾ വീട് മരിക്കാത്തത് ആ ദയ കൊണ്ടാണ്. ദൈവത്തിന് കഴിവില്ലാത്തത് കൊണ്ടല്ല. ദൈവത്തിന് കഴിവുണ്ടോ ദൈവം കാണിച്ചു തന്നിട്ടുണ്ട്. ഭൂമി പിളർത്തി വിഴുങ്ങിക്കളയും ദൈവം. ചിലപ്പോൾ തീയിറങ്ങി ദൈവിപ്പിച്ച് കളയും. അതിന് കഴിവുള്ളവനാണ്. പക്ഷെ ആ ദൈവം ദയ കാണിക്കുകയാണ്. സമയം നീട്ടിത്തരികയാണ്. ഒരു അവസരം കൂടെ തരികയാണ്. ഇവിടെ ദൈവത്തിൻ്റെ ദയയെ റോമലേഖനം 2:4 പറഞ്ഞതുപോലെ, അല്ല ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിൽ ഇത് നടത്തുന്നെന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നീ നിരസിച്ചോ. നീ നിരസിക്കുകയാണ് അവൻ്റെ ഐശ്വര്യം. ദൈവത്തിൻ്റെ ഈ ദയയുടെയും കരുണയുടെയും ദീർഘശാന്തിയുടെ ഐശ്വര്യം നീ നിരസിക്കരുത്. ദൈവത്തിൻ്റെ ഈ സ്നേഹപ്രകടനങ്ങൾ എന്തിനാണ്? എന്നെ തിരിച്ചു കൊണ്ടുവരാനാണ്. എൻ്റെ തെറ്റുകളെ ബോധ്യപ്പെടുത്തി എന്നെ മാനസാന്തരത്തിൽ നയിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ യഹൂദന്മാരായിട്ടുള്ളവർ ദൈവത്തിൻ്റെ ദയയെ അവർ സങ്കല്പിച്ചു, ഓ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ല, നമ്മൾ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ദൈവം നമ്മളെ കൊന്നുകളയില്ലേ. ഇതിൻ്റെ അനന്തരഫലം എന്താണ്? അവർക്ക് ഈ ദയ നീട്ടിക്കൊടുക്കുമ്പോൾ തള്ളിക്കളഞ്ഞാലുള്ള കുഴപ്പം എന്താണ്? 5-ാം വാക്യം ദൈവം പറയും, എന്നാൽ നിൻ്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരതിച്ച് വയ്ക്കുക. അപ്പോൾ ഈ അവസരം നീട്ടിത്തരുമ്പോൾ ദൈവം ദയ കാണിച്ച് നമുക്ക് അവസരവും സമയവും നീട്ടിത്തരുമ്പോൾ നമ്മളതനുസരിച്ച് പ്രതികരിക്കാതിരിക്കും. എന്താ സംഭവിക്കുന്നത്? നാം ശേഖരിക്കുകയാണ്. നാം പലതും ശേഖരിച്ച് വയ്ക്കുകയാണ്. എന്തിന്? കോപ ദിവസത്തിലേക്ക്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ കർത്താവ് യേശുക്രിസ്തു ആ ദിവസത്തെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്. ആ നാളും നാഴികയെ സംബന്ധിച്ച് എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും, സ്വർഗ്ഗ ദൂതന്മാരും പുത്രന്മാരും കൂടെ അറിയുന്നില്ല. കാരണം മനുഷ്യപുത്രനായ ഭൂമിയിൽ കടന്നു വന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ദൗത്യത്തിനകത്ത് വെളിപ്പെടുത്താനുള്ളതല്ല ദൈവത്തിൻ്റെ ആ ദിവസം. അതുകൊണ്ട് കർത്താവിന് അറിയില്ല എന്നുള്ള, കർത്താവ് ദൈവമാണ്. പക്ഷെ അത് മനുഷ്യരോട് പറയേണ്ട തൻ്റെ നിയോഗത്തിൽ താനത് ആഗ്രഹിക്കുന്നില്ല. കർത്താവിനെ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, കർത്താവ് സർവ്വജ്ഞാനിയാണ്. അപ്പോൾ ഇവിടെ കോപ ദിവസം, അത് എന്നൊന്നറിയില്ല വരാൻ പോകുന്നു, പക്ഷെ വരുമെന്നറിയാം. അങ്ങനെ ദിവസം ഉണ്ട്, നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നറിയാം. അത് എന്ന് പറയാൻ ഭൂമിയിൽ ഒരു മനുഷ്യനും കഴിയില്ല. അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ അവർ ദുരുപദേഷ്ടക്കന്മാരാണ്. ഒരു മനുഷ്യനും പറയാൻ കഴിയില്ല ഇന്ന ദിവസമാണ് ന്യായ ദിവസം. ഇതാർക്കും പറയാൻ പറ്റില്ല. പക്ഷെ അത് വരുമെന്നറിയാം. ഒരു കാര്യം അറിയാം, ഇന്നത്തെ ദിവസം നമ്മൾ ജീവിക്കുമ്പോൾ ഇന്നലത്തെക്കാളും ആ കോപ ദിവസത്തേക്ക് ഒരു വടിയും കൂടി അടുത്തു, ഒരു ദിവസം കൂടി അടുത്തു. അപ്പോൾ ഈ ഹൃദയകാഠിന്യവും അനുതാപമില്ലാത്ത അവസ്ഥകളും കൊണ്ടു നടന്ന യഹൂദന്മാർക്ക് എന്താണ് വെച്ചിരിക്കുന്നത്? ഒരേ കാത്തിരുന്നത് എന്താണ്? പോലീസ് ഉപയോഗിച്ച ശക്തമായ ഭാഷയാണ്, ചരതിച്ച് വയ്ക്കുകയാണ്. കോപം ചരതിച്ച് വയ്ക്കുകയാണ്. ഇംഗ്ലീഷിൽ ക്രോധം എന്ന വാക്കാണ്. ഏത് ദിവസത്തിലേക്ക്? കോപ ദിവസത്തിലേക്ക്. ആ ദിവസം കോപത്തിൻ്റെ ദിവസമാണ്, ദൈവക്രോധത്തിൻ്റെ ദിവസമാണ്.
ആ ദിവസത്തേക്ക് നമ്മൾ ശേഖരിച്ച് കൊച്ചുകുട്ടികൾ നമ്മൾ കുടുക്കയൊക്കെ വാങ്ങിച്ച് നിക്ഷേപ പദ്ധതിക്ക് വേണ്ടി ദിവസം ഓരോ രൂപ അല്ലെങ്കിൽ 5 രൂപ തൊട്ട് 10 രൂപയുടെ തൊട്ട് ദിവസം ഇട്ട് വയ്ക്കാൻ പറയും. ഒരു വർഷം കഴിയുമ്പോൾ അതൊരു വലിയ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും. നല്ലൊരു എമൗണ്ട് ഉണ്ടാകും. ദിവസവും അതിനകത്ത് ഇടുകയാണ്. അതുപോലെ വലിയ വലിയ ആൾക്കാരും അത് ചെയ്യാറുണ്ട്. കുറച്ചുകൂടി വലിയ തുകയാകുന്നത് മാത്രം ശേഖരിച്ച് വയ്ക്കുകയാണ്. നമ്മൾ പല കാര്യങ്ങളും നിക്ഷേപങ്ങൾ ശേഖരിച്ച് വയ്ക്കും. അതേപോലെ ഇവിടെ ഇതാ ഭാവിക്ക് വേണ്ടി ശേഖരിച്ച് വയ്ക്കുകയാണ്. ഇവിടെ നമ്മൾ ശേഖരിച്ച് വയ്ക്കുന്ന എന്തിനെക്കുറിച്ചാണ്? അനുതാപമില്ലാത്ത ഹൃദയവും കഠിന ഹൃദയമുള്ളവർ ശേഖരിക്കുന്ന എന്താണ്? കോപ ദിവസത്തേക്ക് കൂടുതൽ ദൈവക്രോധം. ഒരു ദിവസവും ഇന്നത്തെ ദിവസം ഞാൻ തെറ്റ് ചെയ്തു, മനസ്സാന്തരപ്പെട്ടില്ല. നാളെയും തെറ്റ് ചെയ്തു, മനസ്സാന്തരപ്പെട്ടില്ല. അടുത്ത ആഴ്ചയും ചെയ്തു, മനസ്സാന്തരപ്പെട്ടില്ല. എല്ലാ ദിവസവും മനസ്സാന്തരപ്പെടാതെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങളിലൂടെ ദൈവത്തിൻ്റെ ക്രോധം ഞാനിങ്ങനെ ശേഖരിച്ച് വയ്ക്കുകയാണ്. കൂടുതൽ ക്രോധം ദിവസം കഴിഞ്ഞ് വർദ്ധിക്കുകയാണ്. ഇത് ഭാവിക്ക് വേണ്ടിയുള്ള ശേഖരണമാണ്. ഇപ്പോൾ മഴക്കാലത്ത് ആഹാരം കിട്ടാത്തതുകൊണ്ട് ഉറുമ്പുകൾ വേനൽക്കാലത്ത് ശേഖരിച്ച് വയ്ക്കും. വെള്ളമെടുക്കാൻ കഴിയാതെ വരണ്ട കാലത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് വരുമ്പോൾ നേരത്തെ വലിയ ബാരലിൽ വെള്ളം ശേഖരിച്ച് വയ്ക്കും. എന്നതുപോലെ ഇവിടെ ഈ മനുഷ്യർ ദൈവത്തിൻ്റെ കോപമുള്ള ക്രോധ ദിവസത്തിലേക്ക് വേണ്ടി ശേഖരിച്ച് വയ്ക്കുകയാണ്. എന്ത് ശേഖരിക്കുന്നു? ദൈവത്തിൻ്റെ കോപം. ഓരോ ദിവസം കുറച്ച് കോപം ശേഖരിച്ച് വലിയ ക്രോധത്തിന് വേണ്ടി ശേഖരിക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് വലിയ നാശത്തിലേക്ക് വരെ എത്തുമെന്ന് മാത്രമല്ല, അവരുടെ ഏറ്റവും മൂഢത്തരമാണ്. ഇന്ന് ഞാൻ ചെയ്ത തെറ്റ് ഇന്ന് രാത്രി തന്നെ കിടക്കയിലേക്ക് പോകുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്യണം, മനസ്സാന്തരപ്പെടണം, നിരപ്പിലെത്തണം. നാളത്തെ ദിവസം നാളെ നോക്കട്ടെ, ഇന്നത്തെ ദിവസം ചെയ്യുക. അപ്പോൾ ന്യായവിധി എന്നുള്ളത് വളരെ സുപ്രധാനമാണ്. 8ാമത്, ദൈവം സകലരെ ന്യായവിധിക്കും. അതിന് യാതൊരു സംശയമില്ല. റോമലേഖനം 2-3 വാക്യത്തിൽ ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകില്ല. നമ്മൾ കണ്ട ആദ്യത്തെ 5 വാക്യങ്ങൾ റോമലേഖനം 2-ാം അധ്യായം. ദൈവം മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവരെ ന്യായവിധിക്കുമെന്ന് 1 മുതൽ 3 വരെയും 4-5 വാക്യങ്ങളിലും അനുതാപമില്ലാത്തവരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് കണ്ടു. അപ്പം തുടർന്ന് വരുന്ന വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലന്റെ ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു. 6-ാം വാക്യം പറയുന്നു, നമുക്ക് കൂടുതലായിട്ട് പഠിക്കും. അവൻ്റെ ഓരോ വ്യക്തികളും ന്യായവിധി നേരിടേണ്ടി വരും. 9-ാം വാക്യത്തിൽ തിന്മ പ്രവർത്തിക്കുന്ന ഏത് മനുഷ്യാത്മാവിനും, അതായത് ഏത് പ്രാണനും. 10-ാം വാക്യത്തിൽ നന്മ പ്രവർത്തിക്കുന്ന ഏവനും. 11-ാം വാക്യത്തിൽ പിന്നെ ആദ്യം യഹൂദനും പിന്നെ യവനനും. അപ്പോൾ സകല മനുഷ്യരെയും ഉൾപ്പെടുകയാണ്. ദൈവം സകല മനുഷ്യരെ ന്യായവിധിക്കും. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യത്തിൽ അവിടെ നൽകുന്ന ചിത്രം ഇപ്രകാരമാണ്: സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. സകല ജാതികളെയും. വെളിപാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. കൂടുതലായിട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ചിന്തിക്കാം. വെളിപാട് 20:12 അവിടെ പറയുന്നു, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് കണ്ടു. പുസ്തകങ്ങൾ തുറന്നു. ജീവൻ്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകം തുറന്നു. പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവിടെ പ്രവൃത്തികൾക്കടുത്ത് ന്യായവിധി ഉണ്ടായി. എല്ലാ മനുഷ്യരും ന്യായവിധിയുടെ മുമ്പാകെ ചെന്നേക്കും. നീതിമാന്മാരും നീതി കെട്ടവരും പോകുന്ന 2 സ്ഥലത്തേക്കാണെന്ന് മാത്രം. അപ്പോൾ എല്ലാ മനുഷ്യരും ന്യായവിധിക്കപ്പെടും. ആർ യു റെഡി? നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഞാൻ എന്നോട് ചോദിക്കണം, ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഒളിച്ചോടാൻ പറ്റില്ല. ഈ ദിവസത്തിൽ നിന്ന് ആ സന്നിധിയിലേക്ക് പോയി നിൽക്കേണ്ടി വരും. ഇപ്പം ദൈവത്തിൻ്റെ ന്യായവിധി എന്ന വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവർ ദൈവത്തിൻ്റെ വിധി നേരിടും. 2, വ്യക്തിപരമായ എൻ്റെ അപരാധങ്ങൾ ന്യായവിധി നേരിടും. ന്യായവിധി 3 സത്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 4 അതിൻ്റെ ഫലം ആർക്കും ഒഴിവാക്കാൻ പറ്റില്ല. 5 ദൈവത്തിൻ്റെ ദയ. അതിനെ ഞാൻ കൈകാര്യം ചെയ്തത് ന്യായവിധിയിൽ ഒരു മാനദണ്ഡമാണ്. ദൈവം നീട്ടിത്തരുന്ന ദയ, അതിൻ്റെ ഐശ്വര്യം, അതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ഞാൻ ജീവിച്ചപ്പോൾ അത് ദൈവത്തിന് ന്യായവിധി ദിവസം പ്രത്യേകമായി ദൈവം മനസ്സിലാക്കി തരും. ഞാൻ നിനക്ക് കൈനീട്ടി തന്നു. നിൻ്റെ തെറ്റല്ല എന്നുള്ളത് കൊണ്ടല്ല ഞാൻ നിന്നെ ഭസ്മമാക്കാത്തത്. നീ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ നീ വന്നില്ല. ന്യായവിധി ഇപ്പോൾ മാത്രമല്ല, ഭാവിയിലും. അല്ലെങ്കിൽ ഭാവിയിൽ മാത്രമല്ല, ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പശ്ചാത്താപമില്ലാത്ത ഹൃദയം ദൈവം പ്രത്യേകമായി ആ ഹൃദയത്തെ ന്യായം വിധിക്കും. പശ്ചാത്താപമില്ലാത്ത. 8ാമതായി നമ്മൾ കാണാൻ തുടങ്ങി, സകല മനുഷ്യരെയും ദൈവം ന്യായം വിധിക്കും. ഏത് ആത്മാവ്, ഏത് പ്രാണനും, എല്ലാ മനുഷ്യരും, ഓരോരുത്തരും, ആബാലവൃത്തം, സകല ജാതികളും, എല്ലാ മനുഷ്യരും, യഹൂദനും യവനും വ്യത്യാസമില്ലാതെ എല്ലാവരും ന്യായവിധി നേരിടും. നീതിമാന്മാരായിട്ടുള്ളവർക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല.
പക്ഷേ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർ എങ്ങനെ തെറ്റിയൊഴിയും? തുടരാം അടുത്ത ദിവസം കൂടുതൽ ചിന്തകളുമായിട്ട്. റോമാലേഖനം. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.